നമ്മൾ ഇന്ന് സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ അസംബ്ലറാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ SICയും SIC/XCയുടെ ആർക്കിടെക്ചറും പഠിച്ചു, അതിൻ്റെ പ്രോഗ്രാംസും പഠിച്ചു. അപ്പോൾ അത് പഠിച്ചപ്പോഴത്തേക്കും അവിടെ നമ്മൾ എക്സാമ്പിൾസ് പഠിച്ചു അല്ലേ, സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചു. അതിൽ ഫസ്റ്റ് വൺ അസംബ്ലർ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ബേസിക് ഫങ്ഷൻസ് ഓഫ് അസംബ്ലർ, അസംബ്ലറിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അസംബ്ലറിൻ്റെ ഔട്ട്പുട്ട് ഫോർമാറ്റ്. ഒരു അസംബ്ലറിൻ്റെ ഔട്ട്പുട്ട് ഫോർമാറ്റ് എങ്ങനെയാണെന്ന് എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെഡർ, ടെക്സ്റ്റ് ആൻഡ് എൻഡ് റെക്കോർഡ്സ്. ദെൻ അസംബ്ലർ ഡേറ്റ സ്ട്രക്ചേഴ്സ്, ഏതൊക്കെ ഡേറ്റ സ്ട്രക്ചേഴ്സാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിനകത്തൊരു അൽഗോരിതം യൂസ് ചെയ്യുന്നുണ്ട്, 2 പാസ് അസംബ്ലർ അൽഗോരിതം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അൽഗോരിതമാണ്. ദെൻ ഹാൻഡ് അസംബ്ലി ഓഫ് SIC/XC പ്രോഗ്രാം. ഹാൻഡ് അസംബ്ലി ഓഫ് SIC/XC പ്രോഗ്രാം എന്നും പറഞ്ഞ് ഒരിക്കലും ചോദിക്കാറില്ല. അത് അവിടെ വരുമ്പോഴത്തേക്ക് ഒരു പ്രോഗ്രാമിൻ്റെ വരുമ്പോഴത്തേക്കും പറയാം, അല്ലാതെ ഹാൻഡ് അസംബ്ലി ഓഫ് SIC/XC പ്രോഗ്രാം എന്ന് പറഞ്ഞ് ചോദിക്കാറില്ല. ദെൻ മെഷീൻ ഡിപ്പെൻഡൻറ്റ് അസംബ്ലർ ഫീച്ചേഴ്സ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പാസ് അൽഗോരിതം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മെഷീൻ ഡിപ്പെൻഡൻറ്റ് അസംബ്ലർ ഫീച്ചേഴ്സ്. നിങ്ങൾ അതിൻ്റെ ഓർഡറിൽ തന്നെ പഠിച്ചു പോവുക, നമുക്ക് ഓർഡറിൽ പഠിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്താണ് അസംബ്ലർ. അസംബ്ലർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അസംബ്ലർ ഈസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ വിച്ച് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ആൻ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ടു ഇറ്റ്സ് ഈക്വലൻ്റ് ഒബ്ജക്റ്റ് കോഡ്. അപ്പം അസംബ്ലർ എന്ന് പറയുന്നത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്ന, അസംബ്ലി ലാംഗ്വേജിനെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അസംബ്ലർ യൂസ് ചെയ്യുന്നത്. ദ ഇൻപുട്ട് ടു ദ അസംബ്ലർ. അപ്പോൾ അസംബ്ലറിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, സോഴ്സ് കോഡ് റിട്ടേൺ ഇൻ അസംബ്ലി ലാംഗ്വേജ്. അപ്പോൾ അസംബ്ലി ലാംഗ്വേജിലായിരിക്കും എഴുതിയിരിക്കുന്നത്. അതിനെയാണ് എന്താണെന്ന് പറയുന്നത് യൂസിങ് നിമോണിക് ആൻഡ് ദ ഔട്ട്പുട്ട് ഈസ് ദ ഒബ്ജക്റ്റ് കോഡ്. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് കോഡായിരിക്കും. അപ്പോൾ അസംബ്ലർ ഈസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ വിച്ച് ഈസ് യൂസ് ടു കൺവേർട്ട് ആൻ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ഒബ്ജക്റ്റ് കോഡ്. ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിനെ ഒബ്ജക്റ്റ് കോഡിലോട്ട് മാറ്റുന്ന അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസംബ്ലർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, നിമോണിക്സ് ആയിരിക്കും. ആൻഡ് ഔട്ട്പുട്ട് ഈസ് ഒബ്ജക്റ്റ് കോഡ്. അപ്പോൾ അതിൻ്റെ അസംബ്ലറിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ദ ബേസിക് അസംബ്ലർ ഫങ്ഷൻസ് ആർ, അസംബ്ലറിൻ്റെ ഫങ്ഷൻസ് മീൻസ് ട്രാൻസ്ലേറ്റിംഗ് നിമോണിക് ലാംഗ്വേജ് കോഡ് ടു ഇക്വലൻ്റ് ഒബ്ജക്റ്റ് കോഡ്. അപ്പോൾ നിമോണിക് കോഡിന് ഇക്വലൻ്റ് ഒബ്ജക്റ്റ് കോഡ് ആക്കുന്നത്. ദെൻ സെക്കൻഡ്, അസൈനിങ് മെഷീൻ അഡ്രസ് ടു സിംബോളിക് ലേബിൾസ്. അതിനകത്തുള്ള ആ ഓരോ ലേബിൾസിനും മെഷീൻ അഡ്രസ്സ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ദ ഡിസൈൻ ഓഫ് ആൻ അസംബ്ലർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സോഴ്സ് ലാംഗ്വേജ് ഇറ്റ് ട്രാൻസ്ലേറ്റ് ആൻഡ് ദ മെഷീൻ ലാംഗ്വേജ് ഇറ്റ് പ്രൊഡ്യൂസ്. അപ്പോൾ ഒരു അസംബ്ലറിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ദ സോഴ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സോഴ്സ് ലാംഗ്വേജ് ഇറ്റ് ട്രാൻസ്ലേറ്റ് ആൻഡ് ദ മെഷീൻ ലാംഗ്വേജ്. അപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീൻ ലാംഗ്വേജിനെയും. ദെൻ ബേസിക് ഫങ്ഷൻ ഓഫ് ആൻ അസംബ്ലർ. അപ്പോൾ ആ ഫങ്ഷൻ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതിയിരിക്കുന്ന നോക്കിക്കേ. മെൻഷൻ ദ ബേസിക് SIC അസംബ്ലർ ഫങ്ഷൻ. അപ്പോൾ ഒരു പ്രോഗ്രാമിനകത്തുള്ള ഒരു ലൈൻ എടുത്തിരിക്കുകയാണ്, STL റിട്ടേൺ അഡ്രസ്സ്. അപ്പോൾ ഒരു പ്രോഗ്രാമിനകത്തുള്ള ഒരു ലൈനാണ് STL റിട്ടേൺ അഡ്രസ്സ്. അപ്പോൾ ഇവിടെ അസംബ്ലറിൻ്റെ ഫങ്ഷൻ അനുസരിച്ച് അസംബ്ലർ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് അസംബ്ലർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൺവേർട്ട് നിമോണിക് ഓപ്പറേഷൻ കോഡ് ടു ദെയർ മെഷീൻ ലാംഗ്വേജ് ഇക്വലൻ്റ്. അപ്പോൾ നിമോണിക് ഓപ്പറേഷൻ കോഡിനെ മെഷീൻ ലാംഗ്വേജ് ഇക്വലൻ്റ് ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ ഈ STL റിട്ടേൺ അഡ്രസ്സിൽ നിമോണിക് ഓപ്പറേഷൻ കോഡ് എന്ന് പറയുന്നത് ഏതാണ്, STL. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് STLനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. STLൻ്റെ ഓപ്പ് കോഡാണ് 14. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്ത് എന്താക്കും, 14 മാറ്റും. ട്രാൻസ്ലേറ്റ് STL ടു 14. ഇനി അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് സിംബോളിക് ഓപ്പറാൻഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് മെഷീൻ അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്, കൺവേർട്ട് സിംബോളിക് ഓപ്പറാൻഡ് ടു ദിയർ ഇക്വലൻ്റ് മെഷീൻ അഡ്രസ്സ്. അപ്പോൾ ഇവിടെ സിംബോളിക് ഓപ്പറാൻഡ് എന്ന് പറയുന്നത് റിട്ടേൺ അഡ്രസ്സാണ്. അപ്പോൾ അതിൻ്റെ ഇക്വലൻ്റ് മെഷീൻ അഡ്രസ്സായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് 1033. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മെഷീൻ അഡ്രസ്സ് 2000 ഏത് വേണമെങ്കിലും കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ സിംബോളിക് ഓപ്പറാൻഡിൻ്റെ മെഷീൻ അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്ന, നിമോണിക് ഓപ്പറേഷൻ കോഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ മെഷീൻ ലാംഗ്വേജിലോട്ട് മാറ്റും, അതായത് STL. ആ STLനെ ഇതിലോട്ട് മാറ്റി 14 മാറ്റി. ഇത് കഴിഞ്ഞതിന് ശേഷം സിംബോളിക് ഓപ്പറാൻഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് മെഷീൻ അഡ്രസ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ റിട്ടേൺ അഡ്രസ്സിനെ കൺവേർട്ട് ചെയ്ത് 1033. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പ്രോപ്പർ ഫോമാറ്റിൽ ബിൽഡ് ചെയ്യാം. ബിൽഡ് ദ മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ പ്രോപ്പർ ഫോമാറ്റ്. അപ്പോൾ എങ്ങനെ ആയിരിക്കും, STL റിട്ടേൺ അഡ്രസ്സ് അതിൻ്റെ ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്ന, STLൻ്റെ 1414 അത് ആദ്യം കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം റിട്ടേൺ അഡ്രസ്സിൻ്റെ മെഷീൻ അഡ്രസ്സ് 1033. അങ്ങനെയാണ് കിട്ടിയത് ഏതാ, 141033 ഫോർ ദ ഇൻസ്ട്രക്ഷൻ STL റിട്ടേൺ അഡ്രസ്സ്.
ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഡേറ്റ കോൺസ്റ്റൻസ് വല്ലതും ഉണ്ടെങ്കിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പോൾ കൺവേർട്ട് ദ ഡേറ്റ കോൺസ്റ്റൻറ്റ്, ഇവിടെ എക്സാമ്പിൾ EOF എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ഫയൽ. അപ്പോൾ അതിനെ എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ദ ഡേറ്റ കോൺസ്റ്റൻസ് ടു ഇൻറ്റേർണൽ മെഷീൻ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ട്രാൻസ്ലേറ്റ് EOF ടു EOFനെ മാറ്റുമ്പോഴത്തേക്കും 454F46 അതാണ് അതിൻ്റെ ഒബ്ജക്റ്റ് കോഡ്. അത് കറക്റ്റായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കുന്നത് എൻഡ് ഓഫ് ഫയലിൻ്റെ. ദെൻ ലാസ്റ്റ് റൈറ്റ് ദ ഒബ്ജക്റ്റ് പ്രോഗ്രാം ആൻഡ് അസംബ്ലി ലിസ്റ്റിംഗ്. എന്നിട്ട് ആ ഒബ്ജക്റ്റ് പ്രോഗ്രാമിനെ എഴുതി ലിസ്റ്റ് ചെയ്യും. ഇത്രയാണ് ഏതാണ് SIC അസംബ്ലറിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ എന്താണ് അസംബ്ലർ, അതിൻ്റെ ഫങ്ഷൻസ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇത് എഴുതി വയ്ക്കണം. ഇനി അടുത്ത അപ്പോൾ ആ സ്റ്റെപ്പുകൾ മനസ്സിലായില്ലേ? ഓപ്പറേഷൻ കോഡ് ടു മെഷീൻ ലാംഗ്വേജ് ഇക്വലൻറ്റ്, ദെൻ ഓപ്പറാൻഡ് ടു ഇക്വലൻറ്റ് മെഷീൻ അഡ്രസ്, ദെൻ ബിൽഡ് ദ മെഷീൻ ഇൻസ്ട്രക്ഷൻ ഇൻ പ്രോപ്പർ ഫോമാറ്റ്. ഡേറ്റ കോൺസ്റ്റൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യുന്നു. ദെൻ റൈറ്റ് ദ ഒബ്ജക്റ്റ് പ്രോഗ്രാം ആൻഡ് ലിസ്റ്റിംഗ്. തേർഡ് ഈസ് വാട്ട് ഈസ് ഫോർവേഡ് റെഫറൻസ് പ്രോബ്ലം, ഹൗ ക്യാൻ വി ഹാൻഡിൽഡ് ഇറ്റ്. എന്താണ് ഈ ഫോർവേഡ് റെഫറൻസ് പ്രോബ്ലം? അപ്പോൾ ഒരു പ്രോഗ്രാം എഴുതുമ്പോഴത്തേക്കും അതിനകത്ത് വരുമ്പോഴത്തേക്കുമാണ് അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഫോർവേഡ് റെഫറൻസ്. അപ്പോൾ ഫോർവേഡ് റെഫറൻസ് മീൻസ് റെഫറൻസ് ടു എ ലേബൽ ദാറ്റ് ഈസ് ഡിഫൈൻഡ് ലേറ്റർ ഇൻ ദ പ്രോഗ്രാം. അതായത് പ്രോഗ്രാമിൽ പിന്നെ ഡിഫൈൻ ചെയ്യുന്നതിന് ഒരു റെഫറൻസ് ആണ് ഏതെന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡിഫൈൻ. ഫോർവേഡ് റെഫറൻസ് മീൻസ് റെഫറൻസ് ടു എ ലേബൽ. അപ്പോൾ ഒരു ലേബലിലേക്കുള്ള അല്ലെ ഒരു സിമ്പലിൻ്റെ ഒരു റെഫറൻസ് ആണ്. ഫോർവേഡ് റെഫറൻസ് മീൻസ് റെഫറൻസ് ടു എ സിമ്പൽ. അപ്പോൾ ഒരു സിമ്പലിലേക്കുള്ള ഒരു റെഫറൻസ് ആണ്. അത് പ്രോഗ്രാമിൽ പിന്നീടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ലേറ്റർ ഇൻ ദ പ്രോഗ്രാം. Thus the assembler does not know what address to be inserted in the translated instruction. അപ്പോൾ അസംബ്ലറിന് അറിയാൻ പറ്റത്തില്ല ഏത് ഇൻസ്ട്രക്ഷൻ ആണ് അവിടെ ഇൻസേർട്ട് ചെയ്യുന്നത്. Thus the assembler does not know what address to be inserted in the translated instruction which contains the forward reference known as forward reference problem. ഇതിനെയാണ് എന്തെന്ന് പറയുന്ന forward reference problem എന്ന്. എക്സാമ്പിൾ നോക്കാം. കൺസിഡർ ദ ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് ഇപ്പോൾ 1000 ഫസ്റ്റ് STL റിട്ടേൺ അഡ്രസ്സ്. ആ ഫസ്റ്റ് എന്ന് കിടക്കുന്നത് പ്രോഗ്രാമിൻ്റെ പേര്, STL റിട്ടേൺ അഡ്രസ്സ് നമ്മൾ കൊടുത്തു. 1000 എന്ന് പറയുന്നത് ലൊക്കേഷൻ. ഹിയർ റിട്ടേൺ അഡ്രസ് ഹാസ് നോട്ട് ബീൻ ഡിഫൈൻഡ് ഇൻ ദ സോഴ്സ് പ്രോഗ്രാം വെൻ ഇറ്റ് ഈസ് ഫസ്റ്റ് എൻകൗണ്ടേർഡ്. അപ്പോൾ ഫസ്റ്റ് എൻകൗണ്ടർ ചെയ്യുമ്പോഴത്തേക്കും ആ റിട്ടേൺ അഡ്രസ്സ് എന്ന് പറയുന്നത് ആ സോഴ്സ് പ്രോഗ്രാമിനകത്ത് ഡിഫൈൻ ചെയ്യത്തില്ല. ഹിയർ റിട്ടേൺ അഡ്രസ് ഹാസ് നോട്ട് ബീൻ ഡിഫൈൻ ഇൻ ദ സോഴ്സ് പ്രോഗ്രാം വെൻ ഇറ്റ് ഈസ് ഫസ്റ്റ് എൻകൗണ്ടർ. പക്ഷേ ഇത് പിന്നീടായിരിക്കും ആ പ്രോഗ്രാമിൽ ഡിഫൈൻ ചെയ്യുന്നത്. റിട്ടേൺ അഡ്രസ് ഈസ് ഡിഫൈൻഡ് ലേറ്റർ ഇൻ ദ പ്രോഗ്രാം. ഇത് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവണമെങ്കിൽ പ്രോഗ്രാം അങ്ങോട്ട് വന്നു കഴിയുമ്പോഴേ കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും. റിട്ടേൺ അഡ്രസ് ഈസ് ഡിഫൈൻഡ് ലേറ്റർ ഇൻ ദ പ്രോഗ്രാം. ദസ് ദ അസംബ്ലർ ഡസ് നോട്ട് നോ വാട്ട് അഡ്രസ് ടു ബി ഇൻസേർട്ടഡ് ഇൻ ദ ട്രാൻസ്ലേറ്റഡ് ഇൻസ്ട്രക്ഷൻ ഫോർ റിട്ടേൺ അഡ്രസ്. അപ്പോൾ അസംബ്ലറിന് അറിയില്ല ഏത് അതാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ദസ് ദ അസംബ്ലർ ഡസ് നോട്ട് നോ വാട്ട് അഡ്രസ് ടു ബി ഇൻസേർട്ടഡ് ഇൻ ദ ട്രാൻസ്ലേഷൻ ഇൻസ്ട്രക്ഷൻ ഫോർ റിട്ടേൺ അഡ്രസ്. ഫോർവേഡ് റെഫറൻസ് ക്യാൻ ബി ഹാൻഡിൽഡ് ബൈ യൂസിങ് 2 പാസസ് ഓവർ ദ സോഴ്സ് പ്രോഗ്രാം. അപ്പോൾ ഫോർവേഡ് റെഫറൻസ് പ്രോബ്ലത്തിന് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 പാസസാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ 2 പാസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ 2 പാസ് ഉണ്ടായതുകൊണ്ടാണ് 2 പാസ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ആ പാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പാസ് 1 ഡിഫൈൻ സിമ്പിൾസ്. അപ്പോൾ 2 പാസിൽ ആദ്യത്തെ പാസിൽ സിമ്പിൾസ് ഡിഫൈൻ ചെയ്യും. ഇനി രണ്ടാമത്തെ പാസിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അസംബിൾ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ജനറേറ്റ് ദ ഒബ്ജക്റ്റ് പ്രോഗ്രാം. അസംബിൾ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ജനറേറ്റ് ദ ഒബ്ജക്റ്റ് പ്രോഗ്രാം. അപ്പോൾ പാസ് 1ൽ എന്ത് ചെയ്യും? സിമ്പിൾസ് ഡിഫൈൻ ചെയ്യും. അപ്പോൾ പാസ് 1ൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അസൈൻ അഡ്രസ് ടു ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിനും വേണ്ടിയിട്ടുള്ള അഡ്രസ്സ് എന്ത് ചെയ്യും? അസൈൻ ചെയ്ത് കൊടുക്കും. ദെൻ സേവ് ദ അഡ്രസ് അസൈൻ ടു ഓൾ ലേബിൾസ് ടു ബി യൂസ്ഡ് ഇൻ പാസ്റ്റ് 2. അപ്പോൾ പാസ്റ്റ് 2നകത്ത് യൂസ് ചെയ്യാനുള്ള എല്ലാ ലേബിൾസ് അല്ലെങ്കിൽ സിമ്പിൾസിൻ്റെയും അഡ്രസ്സ് എന്ത് ചെയ്യുന്നത്? സേവ് ചെയ്യുന്നത്. സേവ് ദ അഡ്രസ് അസൈൻ ടു ഓൾ ലേബിൾസ് യൂസ്ഡ് ഇൻ പാസ്റ്റ് 2. ദെൻ പെർഫോം സം പ്രോസസ്സിംഗ് ഓഫ് അസംബ്ലർ ഡയറക്റ്റീവ്സ്. അപ്പോൾ അസംബ്ലർ ഡയറക്റ്റീവ്സിൻ്റെ എന്താണ് പ്രോസസ്സിംഗ്. പെർഫോം സം പ്രോസസ്സിംഗ് ഓഫ് അസംബ്ലർ ഡയറക്റ്റീവ്സ് സച്ചാസ് ഏതൊക്കെയാണ്? റിസർവ് വേർഡ് such as reserve word, reserve byte to find the length of data areas for assigning the address values. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ? പെർഫോം സം പ്രോസസ്സിംഗ് ഓഫ് അസംബ്ലർ ഡയറക്റ്റീവ്സ്. ഏതൊക്കെയാണ് അസംബ്ലർ ഡയറക്റ്റീവ്സ്? റിസർവ് വേർഡ്, റിസർവ് ബൈറ്റ് ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഡേറ്റ ഏരിയാസ് ഫോർ അസൈനിങ് ദ അഡ്രസ് വാല്യൂസ്. അപ്പോൾ പാസ് 1ൽ സിമ്പിൾസ് ഡിഫൈൻ ചെയ്യുന്നു. ഇനി രണ്ടാമത് പാസ് 2. പാസ് 2ൽ എന്താ ചെയ്യുന്ന? അസംബിൾ ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ജനറേറ്റ് ദ ഒബ്ജക്റ്റ് പ്രോഗ്രാം. അപ്പോൾ നോക്കിക്കേ, അസംബിൾ ദ ഇൻസ്ട്രക്ഷൻസ്, അതായത് ട്രാൻസ്ലേറ്റിംഗ് ഓപ്പ് കോഡ് ആൻഡ്
ലുക്കിംഗ് അപ്പ് അഡ്രസ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു ഓപ്പ് കോഡ്, അതായത് ഓപ്പറേഷൻ കോഡ്. ദെൻ ജനറേറ്റ് ഡേറ്റ വാല്യൂസ് ഡിഫൈൻഡ് ബൈ ഏതൊക്കെയാണ് ബൈറ്റ്, വേർഡ് എക്സെട്ര. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്താ പെർഫോം ദ പ്രോസസ്സിംഗ് ഓഫ് അസംബ്ലർ ഡയറക്റ്റീവ്സ് നോട്ട് ഡൺ ഡ്യൂറിങ് പാസ് 1. പാസ് 1 ചെയ്യാത്തതിൻ്റെ പ്രോസസ്സിംഗ് എവിടെ ചെയ്യും? പാസ് 2 ചെയ്യും. പെർഫോം ദ പ്രോസസ്സിംഗ് ഓഫ് അസംബ്ലർ ഡയറക്റ്റീവ്സ് നോട്ട് ഡൺ ഡ്യൂറിങ് പാസ് 1. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് റൈറ്റ് ദ ഒബ്ജക്റ്റ് പ്രോഗ്രാം ആൻഡ് അസംബ്ലർ ലിസ്റ്റിംഗ്. എന്നിട്ട് ഒബ്ജക്റ്റ് പ്രോഗ്രാം എഴുതുകയും അതിൻ്റെ അസംബ്ലറിനെ ലിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ടുമാണ് പാസ് 1 പാസ് 2 നടക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മൾ അൽഗോരിതത്തിലോട്ട് കയറുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി ഡിസ്കസ് അബൌട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെക്കോർഡ്സ് യൂസ്ഡ് ഇൻ ഒബ്ജക്റ്റ് പ്രോഗ്രാം. ഒബ്ജക്റ്റ് പ്രോഗ്രാമിന് എഴുതണമെങ്കിൽ എന്തൊക്കെ റെക്കോർഡ്സാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാം നമ്മൾ എഴുതണമെങ്കിൽ 3 റെക്കോർഡാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഹെഡർ റെക്കോർഡ്, ടെക്സ്റ്റ് റെക്കോർഡ്, എൻഡ് റെക്കോർഡ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാം നമ്മൾ എഴുതണമെങ്കിൽ 3 റെക്കോർഡാണ് യൂസ് ചെയ്യുന്നത്. ഹെഡർ റെക്കോർഡ്, ടെക്സ്റ്റ് റെക്കോർഡ്, എൻഡ് റെക്കോർഡ്. അപ്പോൾ ദ 3 ടൈപ്സ് ഓഫ് റെക്കോർഡ്സ് ആർ ഹെഡർ റെക്കോർഡ്. അപ്പോൾ ഹെഡർ റെക്കോർഡിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഗ്രാം നെയിം, സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്, ലെങ്ത്ത്. ഹെഡർ റെക്കോർഡ് ഇറ്റ് കണ്ടെയ്ൻസ് പ്രോഗ്രാം നെയിം, സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ആൻഡ് ലെങ്ത്ത്. അപ്പോൾ ആദ്യത്തെ കോളം റെപ്രസെൻ്റ് ചെയ്യുന്നത് H എന്നായിരിക്കും. 2 തൊട്ട് 7 വരെയുള്ള കോളം റെപ്രസെൻ്റ് ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ പേരായിരിക്കും. 8 തൊട്ട് 13 വരെ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ആയിരിക്കും. 14 തൊട്ട് 19 വരെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ് പ്രോഗ്രാം ആയിരിക്കും. അപ്പോൾ ഇത് ഇത്രയാണ് ഹെഡർ റെക്കോർഡിൻ്റെ. ഇനി അടുത്ത ടെസ്റ്റ് റെക്കോർഡ്. ടെസ്റ്റ് റെക്കോർഡ് ഇറ്റ് കണ്ടെയ്ൻസ് ദ ട്രാൻസ്ലേറ്റഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ ഓഫ് പ്രോഗ്രാം ടുഗെദർ വിത്ത് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ദ അഡ്രസ് വെയർ ദീസ് ആർ ടു ബി ലോഡഡ്. അപ്പോൾ ഇത് എവിടെയാണ് ലോഡ് ചെയ്യേണ്ട എന്നുള്ള ഇൻഡിക്കേഷനാണ് ടെസ്റ്റ് റെക്കോർഡിൽ നിന്ന് കിട്ടുന്നത്. പിന്നെന്താ ഇറ്റ് കണ്ടെയ്ൻസ് ദ ട്രാൻസ്ലേറ്റഡ് ഇൻസ്ട്രക്ഷൻ, ട്രാൻസ്ലേറ്റ് ചെയ്ത ഇൻസ്ട്രക്ഷൻസും ആൻഡ് ഡേറ്റ ഓഫ് പ്രോഗ്രാം ടുഗെദർ വിത്ത് എൻ്റെ കൂട്ടത്തിൽ എന്ത് ഇൻഡിക്കേഷനും കാണും, എവിടെയാണ് ഇത് ലോഡ് ചെയ്യേണ്ടത്. ആൻഡ് ദ ടുഗെദർ വിത്ത് ദ ഇൻഡിക്കേഷൻ ഓഫ് ദ അഡ്രസ് വെയർ ദീസ് ആർ ടു ബി ലോഡഡ്. കോളം 1 നമ്മൾ T വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും. 2 to 7 എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് അഡ്രസ് ഫോർ ഒബ്ജക്റ്റ് കോഡ് ഇൻ ദിസ് റെക്കോർഡ്. 8 to 9 എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ് കോഡായിരിക്കും. 10 to 69 എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് കോഡ് റെപ്രസെൻ്റ് ഹെക്സാഡെസിമൽ ആയിരിക്കും. ഇനി ലാസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന എൻഡ് റെക്കോർഡ്. എൻഡ് റെക്കോർഡിനകത്ത് എൻഡ് റെപ്രസെൻ്റ് ഇറ്റ് കണ്ടെയ്ൻസ് മാർക്സ് ദ എൻഡ് ഓഫ് ദ ഒബ്ജക്റ്റ് പ്രോഗ്രാം ആൻഡ് സ്പെസിഫൈ ദ അഡ്രസ് ഇൻ ദ പ്രോഗ്രാം വെയർ ദ എക്സിക്യൂഷൻ ഈസ് ടു ബി ബിഗിൻ. അപ്പോൾ എവിടെ നിന്നാണ് അതിൻ്റെ ആ എക്സിക്യൂഷൻ ബിഗിൻ ചെയ്യുന്നതെന്ന് കൂടെ സ്പെസിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇറ്റ് മാർക്ക് ദ എൻഡ് ഓഫ് ദ ഒബ്ജക്റ്റ് പ്രോഗ്രാം. ഒബ്ജക്റ്റ് പ്രോഗ്രാമിൻ്റെ എൻഡ് റെപ്രസെൻ്റ് ചെയ്തിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും, ആ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ എവിടെയാണ് തുടങ്ങുന്നതെന്നും കൂടെ സ്പെസിഫൈ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കോളം റെപ്രസെൻ്റ് ചെയ്യുന്നത് എൻഡ് റെക്കോർഡ്. 2 തൊട്ട് 7 റെപ്രസെൻ്റ് ചെയ്യുന്നത് അഡ്രസ് ഓഫ് ഫസ്റ്റ് എക്സിക്യൂട്ടബിൾ ഇൻസ്ട്രക്ഷൻ ഇൻ ഒബ്ജക്റ്റ് പ്രോഗ്രാം. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാമിൻ്റെ എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഫോർ ഒബ്ജക്റ്റ് പ്രോഗ്രാം. അപ്പോൾ നോക്കിക്കേ, ആദ്യം നമ്മൾ ഹെഡർ റെക്കോർഡ് റെപ്രസെൻ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു സിമ്പൽ ഇട്ട് ആ സിമ്പൽ കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പ്രോഗ്രാമിൻ്റെ പേര്, ആ പ്രോഗ്രാമിൻ്റെ പേര് ഇവിടെ കൊടുത്തിരിക്കുന്നത് കോപ്പി എന്നാണ്. അപ്പം ഹെഡർ റെക്കോർഡ്, അതായത് ഒന്നാമത്തെ കോളം H ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 2 തൊട്ട് 7 വരെ നമുക്ക് പ്രോഗ്രാമിൻ്റെ പേര് കൊടുക്കാം. അതുകൊണ്ടാണ് അവിടെ ഏത് കൊടുത്തേക്കുന്ന കോപ്പി എന്ന് കൊടുത്തേക്കുന്ന. പിന്നെ വീണ്ടും സ്പേസ് ഇടുക. 8 തൊട്ട് 13 വരെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് കൊടുക്കാം. ഇവിടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് കൊടുത്തിരിക്കുന്ന 1000 ആണ്. അത് കഴിഞ്ഞതിന് ശേഷം 14 തൊട്ട് 19 വരെ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ അത്രയും വരെ കറക്റ്റായിട്ടിവിടെ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ് പ്രോഗ്രാമൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ ഒരു കോഡ് ഇട്ട് കൊടുക്കുക. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ടെക്സ്റ്റ് റെക്കോർഡ്. ടെക്സ്റ്റ് റെക്കോർഡിനെ T വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് 2 തൊട്ട് 7 എന്ന് പറയുന്നത് വീണ്ടും സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് കൊടുക്കും. അതാണ് വീണ്ടും എന്ത് കൊടുത്തേക്കുന്ന 1000 കൊടുത്തേക്കുന്ന. 8 തൊട്ട് 9 വരെ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ് കോഡായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് 10 തൊട്ട് 69 വരെ ഒബ്ജക്റ്റ് കോഡ് റെപ്രസെൻറ്റഡ് ഇൻ ഹെക്സാഡെസിമൽ. അതെല്ലാം കൂടെ നമുക്ക് കാണാതെ പഠിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. ഒരു ഏകദേശം ഊഹം വെച്ചിട്ട് കൊടുക്കുക. ലാസ്റ്റ് എന്തോ കൊടുക്കുക, എൻഡ് റെക്കോർഡാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ലൈൻ നോക്കി റെപ്രസെൻ്റ് ചെയ്ത് പിന്നെ ഒരു സ്പേസ് ഇട്ട് 2 to 7 വരെ നമ്മൾ എന്ത് കൊടുത്ത് 2 തൊട്ട് 7 വരെ അഡ്രസ് ഓഫ് ഫസ്റ്റ് എക്സിക്യൂട്ടബിൾ ഇൻസ്ട്രക്ഷൻ കൊടുത്ത്. അപ്പോൾ അഡ്രസ് ഓഫ് ഫസ്റ്റ് എക്സിക്യൂട്ടബിൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, 1000 ആണ് അല്ലേ. അതുകൊണ്ടാണ് ലാസ്റ്റ് എന്ത് വന്നത്, 1000 വന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെക്കോർഡ്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ പാസ് 1 പാസ് 2 ഡീറ്റെയിൽ ആയിട്ട്